ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അപ്പം ഇത് മെയിൻലി UAE-ക്കാർക്കുള്ളതാണ് ആൻഡ് എസ്പെഷ്യലി സ്കൂൾ ഗോയിങ് കിഡ്സ് ഉള്ള പാരൻസിനുള്ള ഒരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം UAE ഇപ്പോൾ നെക്സ്റ്റ് അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഏപ്രിൽ തൊട്ട്. നെക്സ്റ്റ് മന്ത് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം, ഏപ്രിൽ നെക്സ്റ്റ് അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമുക്കിപ്പം ജനുവരി ഒരു ഫസ്റ്റ് വീക്ക് തൊട്ട് എല്ലാവർക്കും എല്ലാ സ്കൂളിൻ്റെ കാര്യം അറിയില്ല എനിക്ക്. മോസ്റ്റ് ഓഫ് ദ സ്കൂൾസിൽ ഒരു മെസ്സേജ് വന്ന് തുടങ്ങിയിട്ടുണ്ടാവും. നെക്സ്റ്റ് ഇയറിലോട്ടുള്ള രജിസ്ട്രേഷൻ സ്റ്റാർട്ടായി. ഇത്ര ഫീസ് അടയ്ക്കണം, ഫീസല്ല രജിസ്ട്രേഷൻ ഫീ അടച്ച് നെക്സ്റ്റ് ഇയറിൽ കൺഫേം ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് മീലൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്കൊരു അതിൽ ക്ലിക്കൊക്കെ ചെയ്ത് കൺഫേം ചെയ്യണം. പക്ഷേ അതിൻ്റെ കൂടെ ഒരു ഫീസ്, രജിസ്ട്രേഷൻ ഫീസും അടയ്ക്കണം. അപ്പോൾ നമ്മൾ മോസ്റ്റ് ഓഫ് ദം അത് ഇഗ്നോർ ചെയ്യും ആ ഒരു മെസ്സേജിന്. കാരണം നമുക്ക് എപ്പോഴും ക്വാർട്ടർലി ഫീസിൻ്റെ മെസ്സേജ് ആവാം, അങ്ങനെ പലതും ആവാം. പിന്നെ നോർമലി നമ്മൾ കുട്ടികൾ ഇപ്പോൾ സ്കൂളിൽ പോകും, 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ 2ാം ക്ലാസ്സിലോട്ടാകുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നും ഇല്ലല്ലോ. അത് നോർമലി നമ്മൾ വെക്കേഷൻ കഴിയുന്ന സ്കൂളിൽ പോകുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. UAE നമ്മൾ ഓരോ വർഷവും ഫീസ് കൊടുത്ത് രജിസ്റ്റർ ചെയ്യണം. അതായത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. ആദ്യം ഒരു ഫോമൊക്കെ ഫില്ല് ചെയ്തിട്ട്, മീൻസ് ഓൺലൈൻ തന്നെ. എന്നിട്ട് നമ്മൾ ഈ ഫീസ് അടിച്ച് രജിസ്റ്റർ ചെയ്താലേ നെക്സ്റ്റ് ഇയർ പോകും. അപ്പോൾ ഇത് ഏപ്രിൽ മാർച്ച് അവർ പറഞ്ഞിരിക്കുന്ന ഡേറ്റിനകത്ത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒന്നും അറിയില്ല, മെസ്സേജ് നമ്മൾ കണ്ടില്ല, ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ ഏപ്രിലിൽ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ അവിടെ കയറാൻ പറ്റില്ല. അപ്പം ഇത് ഞാൻ പറയാൻ കാരണം, ലാസ്റ്റ് ഇയർ എനിക്ക് പരിചയമുള്ള ഒരു ഫാമിലിയിൽ 3 കിഡ്സ് പഠിക്കുന്നുണ്ടായിരുന്നു സ്കൂളിൽ. അപ്പോൾ നോർമലി ഈ മെസ്സേജ് ഒന്ന് ഇഗ്നോർ ചെയ്തു. കാരണം എപ്പോഴും നമുക്ക് മെസ്സേജ് വരും, ഫീസ് ഇത് മന്ത്ലി ഫീ, ബസ് ഫീ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവർ മെസ്സേജ് ഇഗ്നോർ ചെയ്തു. അവർ ഫീസ് കറക്റ്റായിട്ട് അടയ്ക്കുന്നുണ്ടായിരുന്നു, അങ്ങനെ അത് ഇഗ്നോർ ചെയ്തു. ഏപ്രിലിൽ കുട്ടികളെ സ്കൂൾ തുറന്ന് 3 പേര് പോയപ്പോൾ 3 പേരെ പേര് ആ ലിസ്റ്റിനകത്തില്ല. അപ്പോൾ അവർ സ്കൂളിൽ അന്വേഷിച്ചപ്പോൾ ഇല്ല, നിങ്ങൾ ഫീസ് അടിച്ച് രജിസ്റ്റർ ചെയ്യാത്തതുകൊണ്ട് കുട്ടികളെ സ്കൂൾ. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വീണ്ടും റീ അഡ്മിഷൻ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ റീ അഡ്മിഷൻ എടുക്കാം അവർ നോക്കിയപ്പം സീറ്റ് ഫില്ലായി. കാരണം നമ്മൾ ഓൾറെഡി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ അതിന് പകരം വേറെ കുട്ടികൾ വന്നപ്പോൾ അതിൽ സീറ്റ് പോയി. അപ്പോൾ അവർക്ക് ആ വർഷം എവിടെയും മോസ്റ്റ് ഓഫ് ദ, അതായത് അഫോർഡബിൾ ആയിട്ടുള്ള സ്കൂളിലൊക്കെ അറിയാലോ ഫില്ലായിരിക്കും. അപ്പോൾ എവിടെ അഡ്മിഷൻ കിട്ടാതെ പിള്ളേർ സ്റ്റക്കായി. എന്നിട്ട് ഏതോ ട്യൂട്ടോറിയൽ പോലത്തെ അങ്ങനെ നാട്ടിൽ ഓൺലൈൻ ക്ലാസ്സോ അങ്ങനെ എന്തോ പഠിപ്പിച്ച് നെക്സ്റ്റ് ഇയർ ആണ് പിന്നെ ഇവിടെ വീണ്ടും റീജോയിൻ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഇങ്ങനെയൊരു മെസ്സേജ് ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് ഫീസ് അടിച്ച് രജിസ്റ്റർ ചെയ്യണം. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇത് ശരിക്കും ആവശ്യമുള്ളതാണോ? ഈ ഇയർലി ഓരോ വർഷവും നമ്മൾ ഓരോ 1, 2, 2, 3 നമ്മൾ ആ സ്കൂൾ വിട്ട് പോവുകയാണെങ്കിൽ എന്തായാലും നമ്മൾ അവിടെ ഇൻഫോം ചെയ്യുമല്ലോ, നമ്മൾ TC വാങ്ങിച്ച് വേറെ സ്കൂളിട്ട്. അപ്പോൾ അതൊരു കൺഫർമേഷൻ അവിടെ പഠിക്കുന്നുണ്ടോ, അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്. കാരണം അവർക്ക് വേറെ പകരം കുട്ടികളെടുക്കാം. ബട്ട് ഈ ഒരു ഫീസിൻ്റെ ആവശ്യമുണ്ടോ? 500 ദിർഹംസ് അല്ലെങ്കിൽ 600 ദിർഹംസ് മിനിമം ആയിരിക്കും. ചിലപ്പോൾ ഓരോ സ്കൂളിന് വേരി ചെയ്യും. അത് കൊടുത്ത് ഓരോ വർഷവും നമ്മൾ അപ്പാർട്ട് ഫ്രം ദിസ് ഫീസ് രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമുണ്ടോ? ജസ്റ്റ് ഒരു ചോദ്യം മാത്രമാണ്, നമുക്ക് തിരുത്താൻ പറ്റില്ല. അറബിക്കഥ സിനിമയിൽ ശ്രീനിവാസൻ ചെയ്ത പോലെ നമുക്ക് പേപ്പറിലൊക്കെ എഴുതി, മീൻസ് ബുക്കിൽ ഡയറിയിൽ എഴുതി വെച്ച ഒരു യൂണിയൻ ഗ്രേഡ് അങ്ങനത്തെ ഒന്നും പോസിബിൾ അല്ല. റൂൾസ് ആർ റൂൾസ്. ബട്ട് ജസ്റ്റ് ഒരു ചോദ്യമാണ്. അപ്പോൾ UAE മക്കൾ പഠിക്കുന്ന പാരൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക.